ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെ. യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പത്രോസ്ലീഹ എല്ലാം അവസാനിച്ചു എന്ന് കരുതി കൂടെയുള്ളവരെയും വിളിച്ച് വലയുമെടുത്ത് മത്സ്യം പിടിക്കാനായിട്ട് രാത്രി ഇറങ്ങി തിരിച്ചു. നടുകടൽ വരെ എത്തി. ഒരു മത്സ്യം പോലും പത്രോസ്ലീഹയ്ക്ക് കിട്ടിയില്ല. തിരിച്ചു വന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. ചോദിച്ചു, വല്ല മത്സ്യത്തിനും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചത് വെറുതെയായിപ്പോയി. കർത്താവില്ലാതെ കണ്ട് അധ്വാനിക്കാൻ പാടില്ല. കർത്താവ് കൂടെയുണ്ടോ അധ്വാനത്തിന് ഭാരം കുറയും. കർത്താവ് പറഞ്ഞു, നീ ബോട്ടിൻ്റെ വലത്തുവശത്ത് വലയിറക്കുക. നടുകടലിൽ കിട്ടാത്ത മത്സ്യം പത്രോസ്ലീഹയ്ക്ക് കർത്താവ് കരയിൽ കൊടുത്തു. വല കീറാത്ത വണ്ണം മത്സ്യം പത്രോസ്ലീഹയ്ക്ക് ലഭിച്ചു. അതേ പത്രോസ്ലീഹയ്ക്ക് ലഭിച്ച മത്സ്യം ഇന്ന് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്കും ഇത് ലഭിക്കട്ടെ. 2025 നഷ്ടപ്പെട്ടത് 2026 മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. ഇതിന് പുറമെ മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, ബാങ്കിൽ ലോണായിട്ട് ജപ്തി ആയിക്കോട്ടെ, ഏതെല്ലാം വിഷയങ്ങളായിക്കോട്ടെ, ഇതെല്ലാം 2026 കർത്താവ് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും. ഒന്ന് വിശ്വസിക്കുക, പ്രവർത്തിക്കുക. ആമേൻ.